ആന്ധ്രാപ്രദേശിലെ ഒരു പാസ്റ്റർ മരിച്ചു. ഈ പാസ്റ്ററുടെ മരണത്തിന് എന്തോ ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ എല്ലാവർക്കും പരിചയമുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമയായിരുന്നു ദൃശ്യം എന്ന്. ദൃശ്യം 1 വന്നു, ദൃശ്യം 2 വന്നു. രണ്ടും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായിരുന്നു. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കഥ അവിടെ അവതരിപ്പിച്ചു. ഞാൻ ആ സിനിമകൾ രണ്ടും പലതവണ കണ്ടിട്ടുണ്ട്. ഒരു ക്രൈം നടന്നു, ഒരു കൊലപാതകം നടന്നു, അറിയാതെയാണെങ്കിൽ പോലും അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ശ്രമം നടത്തുന്നു, അതിന്റെ പാരലായിട്ട് പോലീസുകാർ ഇതിന്റെ പുറകെ നടക്കുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള കുറെ ഇംഗ്ലീഷ് സിനിമകളുണ്ട്, ജെയിംസ് ബോണ്ട് മൂവികൾ. അതാണ് കൂടുതലും ക്രൈമിനെ മറയ്ക്കുന്നതും അല്ലെങ്കിൽ ക്രൈം നടത്തിയിട്ട് ആരും അറിയാതെ തെളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ചില കൊലപാതകങ്ങളൊക്കെ നടത്തുന്നതായിട്ട്. ഇതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നടന്നിരിക്കുന്നത്. രാജമുണ്ട്രി അല്ലെങ്കിൽ രാജമഹേന്ദ്രവര എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരിക്കുന്നത്. ഈ പാസ്റ്റർ 45 വയസ്സ്, ഇദ്ദേഹം മരിച്ചു. പാസ്റ്ററുടെ മരണത്തിൽ ക്രിസ്ത്യൻ സമൂഹം മൊത്തം ഇളകിയിരിക്കുകയാണ്. എസ്പെഷ്യലി ഈ പാസ്റ്ററുടെ സഭ, അതേതാണെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പാസ്റ്റർ വളരെ നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും, തെലങ്കാനയിലും ആന്ധ്രയിലും, തെലുങ്ക് സംസാരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലും ഇദ്ദേഹത്തിന് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു, വളരെ പ്രശസ്തനായിരുന്നു. എവിടെ ചെന്നാലും ഈ പാസ്റ്റർ ഉണ്ടെങ്കിൽ ആള് കൂടുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി തന്നെ. അദ്ദേഹം ഹൈദരാബാദിലാണ് തന്റെ കുടുംബസമേതം ജീവിച്ചിരുന്നതെങ്കിലും ഈ സംസ്ഥാനങ്ങളിലെ മുഴുവൻ സ്ഥലങ്ങളിലും അദ്ദേഹം കറങ്ങുമായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഈ ഒരാഴ്ചയായിട്ട് ക്രിസ്ത്യൻ സമൂഹം മൊത്തം ഇളകിയിരിക്കുകയാണ്. ഇതിനെ ക്രിസ്തീയ വിഭാഗത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു മതത്തിനെതിരായിട്ടുള്ള ഹിന്ദുവിന്റെ പ്രവർത്തനമായിട്ട്, ഹിന്ദുവിന്റെ അക്രമമായിട്ടാണ് എല്ലാവരും ഇപ്പൊ കാണുന്നത്. മൊത്തത്തില് ഇന്ത്യയില് ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ പോവുകയാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളെ അടിച്ചൊതുക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ക്രിസ്ത്യാനികളെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പൊതുവെ പറയുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിവരം ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ന്യൂസുകൾ പലതും പത്രത്തിൽ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഓരോ വില്ലേജുകളിലും ചില പാസ്റ്റർമാരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാതിരിമാരെ, പല ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരെ മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പള്ളികൾ തല്ലിപ്പൊളിക്കുന്നു, അവരുടെ ആരാധനാലയങ്ങളെ തീവച്ച് നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ പലപ്പോഴും വാർത്തയാകാറുണ്ട്. ഇതൊന്നും കേരളത്തിൽ എത്താറില്ല എന്നേ ഉള്ളൂ. ഇവിടെയും ഈ പാസ്റ്ററിന്റെ മരണത്തെയും വിശ്വാസികൾ കാണുന്നത് ഇത് ക്രിസ്തു മതത്തിനെതിരായിട്ടുള്ള ഒരു അക്രമമായിട്ട് തന്നെയാണ്. പ്രധാനപ്പെട്ട ആൾക്കാരെ വകവരുത്തുക. ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടയ്ക്ക് സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ ആയിട്ട് പ്രവീൺ എന്ന് പറയുന്ന പാസ്റ്റർ ഉൾപ്പെടെ 3 പാസ്റ്റർമാരാണ് മരിച്ചിരിക്കുന്നത് ആക്സിഡന്റുകളിൽ. ഞാൻ എല്ലാത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പ്രവീൺ എന്ന വിദ്യാഭ്യാസമുള്ള വളരെ റെപ്യൂട്ടേഷനുള്ള ഈ പാസ്റ്ററിനെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹത്തിന് പല കാര്യങ്ങളിലും വളരെ ഹൈ ലെവലിലുള്ള ഒരു നോളജ്, ജ്ഞാനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ മാത്രമല്ല, അദ്ദേഹത്തിന് ഗീതയിലും ഉപനിഷത്തുകളിലും അല്ലെ വേദങ്ങളിലും ഖുറാനിലും ഒക്കെ നല്ല വിവരം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒരുപോലെ പഠിച്ചാണ് മുമ്പോട്ട് പോയത്. ഇദ്ദേഹത്തിന് പക്ഷെ ഒരു ചെറിയൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു കൂട്ടിക്കോ. ഇദ്ദേഹം ഡിബേറ്റുകൾ നടത്താൻ പോകുമായിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരിരുന്ന് സംസാരിക്കുമ്പോൾ, പല മതത്തിലുള്ളവരുന്ന് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഡിബേറ്റിലേക്ക് അതിനെ കൊണ്ടുപോവുകയും തന്റെ ജ്ഞാനം ഉപയോഗിച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മറ്റുള്ളവർ ഇദ്ദേഹത്തിന് മുമ്പിൽ പരാജയപ്പെടുമായിരുന്നു. അങ്ങനെയും ചില ശത്രുക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മൊത്തത്തിൽ ഈ വിഭാഗത്തിനെതിരെ, അതായത് ഈ സംസ്ഥാനങ്ങളിൽ പെർസിക്യൂഷൻ അല്ലെങ്കിൽ മതപരിവർത്തനം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിലെ പോലെയല്ല. ഇവിടെ പുറത്തുനിന്ന് പണം വരുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഈ പാസ്റ്റർമാര് അല്ലെങ്കിൽ അച്ഛന്മാര് സഭാപ്രവർത്തനങ്ങൾ നടത്തി പാവപ്പെട്ടവരുടെ വീടുകളിൽ പോയി അവർക്ക് സഹായം കൊടുത്ത്, അതായത് പണം തന്നെ, ധനസഹായം നൽകി അവരെ ഗ്രാജുവലി പള്ളികളിലേക്ക് വലിച്ചെടുക്കുന്നു. എന്നിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഇവർ പണം കൊടുത്ത് സഹായിക്കുന്നവര് നിർബന്ധമായിട്ടും പള്ളികളിൽ ഞായറാഴ്ച വരണം, ഒരു ദിവസം പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മനസ്സ് മാറ്റുന്നു. കാരണം പണം മേടിച്ചു എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ്, ഒരു വിധേയത്വം അവർ കാണിച്ചല്ലേ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് ഇവിടെ പല ചർച്ചകളും ഉണ്ടാകാറുണ്ട്. ഇത് നമുക്ക് പാസ്റ്ററിലേക്ക് വരാം, എങ്ങനെ മരിച്ചു എന്നുള്ളതിനെ കുറിച്ച്. ഈ പാസ്റ്റർ പ്രവീൺ, ഈ ജ്ഞാനി, ഇദ്ദേഹം ഒരു ദിവസം രാവിലെ 10 മണിക്ക് തന്റെ ഹൈദരാബാദിലെ വീട്ടിൽ നിന്ന് പോകുന്നു. ഇതുപോലുള്ള കൺവെൻഷനുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത് ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാണ്, എൻഫീൽഡ് ബുള്ളറ്റിൽ. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വീട്ടിൽ കാറുണ്ട്, നല്ല വണ്ടി തന്നെയുണ്ട്. എങ്കിലും ഇദ്ദേഹം ബുള്ളറ്റിലാണ് യാത്ര ചെയ്തത്. ഇതെന്തിനാന്നുള്ളൊരു ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. കാരണം ഇദ്ദേഹം യാത്ര ചെയ്യേണ്ട ദൂരം എന്ന് പറയുന്നത് ഏകദേശം 600 കിലോമീറ്ററോളാണ്. ഒരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നു. അദ്ദേഹം ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുന്നു, ഇടയ്ക്ക് ഏതോ വില്ലേജുകളിലൊക്കെ ചില ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു. രാത്രി 10:30 ഏറ്റവും അവസാനത്തെ കോൾ. അപ്പോൾ ഞാൻ വിജയവാഡയിലെത്തി, അല്ലെ വിജയവാഡ എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫോൺ കട്ടായി. പിന്നെ അദ്ദേഹത്തിന് ഫോൺ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ നടന്ന കഥകള്, അദ്ദേഹം രാത്രി 11:42 ഒരു അപകടം ഉണ്ടായി. ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നി മാറി താഴേക്ക് മറിഞ്ഞു. അവിടെ ആ സ്ഥലത്ത് അതേതോ ഒരു പെട്രോൾ പമ്പിന്റെ CC ക്യാമറയിൽ ആ രംഗം പതിഞ്ഞിട്ടുണ്ട്, ഈ അവിടേക്ക് ഒരു വണ്ടി മറിയുന്നത്. അടുത്ത ദിവസം രാവിലെ 9 മണി കഴിഞ്ഞാണ് പോലീസ് ഇക്കാര്യം അറിയുന്നതും. ആരോ വഴിപോക്കര് വിളിച്ചു പറഞ്ഞിട്ട് പോലീസ് എത്തി. പിന്നെ അവർ വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു. അപ്പോൾ മുതൽ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് നടന്ന കാര്യമാണെന്ന് ഓർത്തോണം. ഇപ്പോഴും ഇന്ന് 2 ഏപ്രിൽ, ഇന്നും ഉണ്ടല്ല, ഇവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. എല്ലായിടത്തും
പ്രതിഷേധങ്ങളും പോലീസിനെതിരായുള്ള ധർണകളും അല്ലെ ഗവൺമെന്റിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവരും പറയുന്നത് പാസ്റ്റർ ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിനെ കൊന്നതാണ്. എന്തുവേണ്ടി? ശ്രീ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ രൂപീകരിച്ചിരുന്നു. അവരാണ് ഇപ്പൊ കേസ് അന്വേഷിക്കുന്നത്. ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇത് വരാത്തതിനൊരു കാരണമുണ്ട്. ഇവിടെയാണ് TV ചാനലുകാരും അല്ലെ പത്രക്കാരും എല്ലാവരും ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന് രാത്രി 10:30 വരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 10:30 കഴിഞ്ഞ് കോണ്ടാക്ട് ഇല്ല. ശരി, 11:42 ഈ അപകടം നടന്നതിന്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഏതോ ഒരു പെട്രോൾ പമ്പിലെ CC ക്യാമറയിൽ നിന്ന്. അത് കഴിഞ്ഞ് പോലീസിന്റെ അന്വേഷണം തുടങ്ങിയപ്പോൾ ചില കണ്ടെത്തലുകൾ ഉണ്ടായി. വിജയവാഡ വരെ ചില സ്ഥലങ്ങളിലെ ചില ചെക്ക് പോസ്റ്റുകളിൽ അല്ലെ ടോൾ പോസ്റ്റുകളിൽ, ടോൾ പ്ലാസ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ ബൈക്കുകൾക്ക് ബൈപ്പാസ് ചെയ്ത് പോകാം, അവർക്ക് പ്രത്യേകിച്ച് ടോൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇയാൾ ഈ സൈഡ് വഴി പോകുന്നതിന്റെയൊക്കെ ക്യാമറയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ രാത്രിയിലെ വണ്ടി ഓടിച്ചത് ഇയാളുടെ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഇല്ല. ഹെഡ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്തിട്ടാണ് മണിക്കൂറുകളാണ് അദ്ദേഹം വണ്ടി ഓടിച്ചത്. അതെന്തിന്? എങ്ങനെ ഇൻഡിക്കേറ്ററിൽ വണ്ടി ഓടിക്കേണ്ട അവസ്ഥ വന്നു? എങ്ങനെ ഇതിന്റെ ഹെഡ്ലൈറ്റ് പോയി? സാധാരണ ഈ ബുള്ളറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവര്, പ്രത്യേകിച്ച് ഈ പാസ്റ്റർ അത്ര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളൊന്നും അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ കാറൊക്കെ ഉള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരാള് എന്തിന് ഇങ്ങനെ ഒരു സഞ്ചാര യോഗ്യമല്ലാത്ത ഹെഡ്ലൈറ്റ് ഇല്ലാത്തൊരു വണ്ടി ഓടിച്ച് ഈ അർദ്ധരാത്രിയിൽ തന്നെ വണ്ടി ഓടിച്ച് എവിടെയോ എത്താൻ ശ്രമിച്ചു? എന്തിന്? പല ക്യാമറകളിലും ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ് മാത്രം ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് കണ്ടു. പക്ഷെ ഈ 10:30 കഴിഞ്ഞ് വണ്ടി ഓടിച്ച് ചില ക്യാമറകളിൽ കാണുന്നത് ആവറേജ് ഹൈറ്റ് ഉള്ള, അതായത് 5 അടി 3 ഇഞ്ചുള്ള പാസ്റ്റർ ബുള്ളറ്റ് വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാല് അത്യാവശ്യം നിലത്തെത്തും, അത്രേ ഉള്ളൂ. പക്ഷെ ഈ 10:30 കഴിഞ്ഞ് വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വണ്ടി നിർത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലിന് നീളം കൂടുതലുള്ളതായിട്ട് തോന്നുന്നു. അതിനർത്ഥം ജനങ്ങൾ പറയുന്നത്, അല്ലെ TV ചാനലുകാർ പറയുന്നത്, ഈ വണ്ടി രാത്രി 10:30 കഴിഞ്ഞിട്ട് ഓടിച്ചിരിക്കുന്നത് ഇദ്ദേഹമല്ല, പാസ്റ്റർ പ്രവീൺ അല്ല. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പ്രവീൺ പഗഡാല എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തെലുഗു ചാനലുകളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു കണ്ടുപോകാനുണ്ട്. ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോകളും ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും. പ്രവീൺ പഗഡാല. അപ്പോൾ പാസ്റ്റർ പ്രവീൺ പഗഡാല അല്ല രാത്രി 10:30 കഴിഞ്ഞ് വണ്ടി ഓടിച്ചു. പിന്നെ ഓടിച്ചിരിക്കുന്ന ആൾക്ക് കാലിന് നീളമുണ്ട്. അയാൾ വളരെ ഈസി ആയിട്ടാണ് വണ്ടി ഓടിക്കുന്ന വഴിക്ക് നിർത്തുമ്പോൾ കാല് നിലത്ത് കുത്തുന്നത്. അതിനർത്ഥം പ്രവീൺ പഗഡാലയെ ആരോ ഈ 10:30 ആയപ്പോഴോ അല്ലെ അതിന് മുമ്പോ എവിടെയോട്ടോ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ശവത്തെ ഡംപ് ചെയ്യാൻ ഒരു സ്ഥലം നോക്കി. ഇതിലേതോ ഒരു വില്ലൻ, ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളോ ആരോ മറ്റോ, അവർ ഈ ബൈക്ക് ഓടിച്ച് കുറെ മുമ്പോട്ട് പോകുന്നു. ഏകദേശം 10-60 കിലോമീറ്റർ ഓടി ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് എന്നിട്ട് ഈ വണ്ടി അങ്ങ് മറിച്ചിട്ടു. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ആ ബോഡി അവിടെ കൊണ്ടുവന്ന് വണ്ടിയുടെ അടുത്ത് ഇട്ടു. കൂടുതൽ തെളിവായിട്ട് പറയുന്നത് 20 അടിയോളം ദൂരേക്ക് വണ്ടിയും പാസ്റ്റർ പ്രവീണും വീണു. അത്രയൊക്കെ നല്ല സ്പീഡിൽ വന്ന് ഉരുണ്ട് വീഴുമ്പോൾ തീർച്ചയായിട്ടും ഉരുണ്ട് അല്ലെ നിലത്തൊരഞ്ഞു വേണം ഈ വ്യക്തി ആ അവസാനം കിടന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. വണ്ടിയിൽ നിന്ന് ആള് കുറച്ച് കൂടുതൽ ദൂരത്തേക്ക് പോകും. ഇവിടെ വണ്ടിയും സഞ്ചരിച്ചിരുന്ന ഈ പാസ്റ്റർ പ്രവീണും രണ്ടും ഏകദേശം ഒരു സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത്. രണ്ടും തമ്മിൽ ഒരടിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ ഇദ്ദേഹത്തിന്റെ പാന്റും ഇട്ടിരുന്ന ടീഷർട്ടും ഒന്നും കീറിയിട്ടില്ല, ഒരു പ്രശ്നവും അവതല്ല. ഹെൽമെറ്റ് ആണെങ്കിൽ തലയിൽ തന്നെയുണ്ട്. ഹെൽമെറ്റിന്റെ ആ ഒരു ചിൻ ലോക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ടുണ്ട്, അതും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വീണെങ്കിൽ സാധാരണ തലയടിച്ചാണ് ബൈക്ക് ആക്സിഡന്റുകളിൽ കൂടുതൽ ആൾക്കാരും മരിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് ഊരി പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ തലയ്ക്കുള്ള ക്ഷതം കൊണ്ടല്ല മരിച്ചത്. ശരീരത്തിൽ കാര്യമായിട്ടുള്ള വലിയ ഒടിവുകളും മുറിവുകളും ഒന്നുമില്ല. മുഖത്ത് നല്ലൊരു അടി കെട്ടിയ പോലെ ഒരു പാടുണ്ട്. അതായത് താഴത്തെ ജോയും എല്ലാം ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാം പൊട്ടി തകർന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല? പോലീസ് ആരെയും ന്യായീകരിക്കുന്ന പോലെ തോന്നുന്നു. ഇതാണ് ജനങ്ങൾക്ക് തോന്നുന്ന സംശയം. ഈ വ്യക്തി, കാറുള്ള വ്യക്തി, കാറിൽ നടക്കാനായിട്ട് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഈ പാസ്റ്റർ കാർ വേണ്ടെന്ന് വെച്ച് 600 കിലോമീറ്ററോളം ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള കാരണം എന്ത്? അദ്ദേഹം എന്തോ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു, അതല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെയോ കാണേണ്ട ആവശ്യമുണ്ട്. അത് കാറിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഹൈവേ കൂടെ കാറിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ ടോൾ പ്ലാസകളിൽ റെക്കോർഡ് ആവും. അതുകൊണ്ട് ആ തെളിവ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അയാൾ മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചത്? പിന്നെ അർദ്ധരാത്രിയില് കേടായ വണ്ടി ഓടിച്ചു പോകേണ്ട ആവശ്യം എന്തായിരുന്നു? അയാൾ ആരെയോ പേടിച്ചിട്ട്, അല്ലെ ഇന്ന സ്ഥലത്തെ എത്ര മണിക്ക് എത്തിക്കണം എന്ന് എന്തോ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കില്ല അയാൾ അവിടെ വരെ വണ്ടി ഓടിച്ചു പോയത്. ഇനി പാസ്റ്റർ തന്നെയാണ് വണ്ടി ഓടിച്ചെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും ഏതോ വണ്ടി വന്ന് തട്ടിയിട്ടായിരിക്കുമല്ലോ അയാൾ താഴേക്ക് വീണത്. ഇങ്ങനെയുള്ള പല സംശയങ്ങൾ അവിടെ ഉയരുകയാണ്. ഇതൊരു പ്ലാൻഡ് മർഡർ ആണെന്ന് എല്ലാവരും പറയുന്നു. എങ്ങനെയുണ്ട്? ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് കൊല്ലുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരാളെ വണ്ടി ഓടിച്ചിട്ട് ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ആ വണ്ടി മറിച്ചിട്ട് അയാൾ എഴുന്നേറ്റ് പോകുന്നു. അയാളിട്ടിരുന്ന ആ ഹെൽമെറ്റും അല്ലെങ്കിൽ ഉടുപ്പും എല്ലാം പാസ്റ്റർ പ്രവീൺ ധരിച്ചിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഏത് CC ക്യാമറയെ നോക്കിക്കഴിഞ്ഞാലും ഇത് പ്രവീൺ പാസ്റ്റർ തന്നെ പറയും. ആ രീതിയിലുള്ള ഒരു ഡ്രാമയൊക്കെ നടത്തി പല ചെക്ക് പോസ്റ്റുകളും അല്ലെ പല ടോൾ പ്ലാസകളും കടന്നു പോയിട്ട് വണ്ടി കൊണ്ട് മറിക്കുന്നു. എന്നിട്ട് സക്സസ്ഫുൾ ആയിട്ട് ആ വ്യക്തി എഴുന്നേറ്റ് പോകുന്നു.
കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് മറ്റേതോ വണ്ടിയിൽ ഈ ശവം കൊണ്ട് അവിടെ കൊണ്ടിടുന്നു. ഇപ്പോൾ അത് ആക്സിഡന്റ് തന്നെയായി, എല്ലാ തെളിവുകളുമായി ആക്സിഡന്റ് ആണെന്നുള്ളതിന് അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. പോലീസിന്റെ വെർഷൻ മറുവശം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഈ പാസ്റ്ററുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇയാളുടെ ചെറുപ്പകാലത്ത് ഏത് മതക്കാരനായിരുന്നു? ഇയാളുടെ അച്ഛൻ മുസ്ലിമും അമ്മ ഒരു ക്രിസ്ത്യാനിയുമായിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും മതപരമായ പ്രശ്നങ്ങളുണ്ടോ? ഇയാളിപ്പോ പാസ്റ്ററാണ്, മറ്റേതെങ്കിലും സാധാരണ ജാക്കബൈറ്റ് കാത്തലിക് ചർച്ചിലെ ഒരു അച്ഛനല്ല. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? പിന്നെ ഈ വ്യക്തി ചെറുപ്പകാലത്ത് അങ്ങനെ ടീനേജില് ആരൊക്കെയായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും കേൾക്കുന്നു. ഇതൊക്കെ കാരണം ഇതേതോ ഒരു പേഴ്സണൽ ബിസിനസ് ഇഷ്യൂമായിട്ട് ആയിക്കൂടുന്നില്ലല്ലോ എന്നും ചിന്തിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഡിസ്കസ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ.